ഒരു 10 വർഷത്തെ ഒരു ഭരണ നേട്ടമൊക്കെ വെച്ച് തന്നെയാകും ഉറപ്പായും 2026 ഈ ലോക്കൽ ബോഡി ഇലക്ഷനെയൊക്കെ നേരിടുക. അതിൻ്റെ ഒരു ആത്മവിശ്വാസത്തിൽ തന്നെയല്ലേ വീണ്ടും മൂന്നാം ഭരണവും? തീർച്ചയായിട്ടും. കാരണം ഈ മാറ്റം തുടർച്ചയുള്ളതുകൊണ്ടാണ്. കഴിഞ്ഞ ഗവൺമെൻറ് അടിത്തറയാണ്. കാരണം ഇപ്പോൾ സിംഗിൾ വിൻഡോ ക്ലിയറൻസ് ആ നിയമങ്ങളെല്ലാം കഴിഞ്ഞ ഗവൺമെൻറ് പാസ്സാക്കിയതാണ്. പ്രൈവറ്റ് ഇൻഡസ്ട്രിയൽ പാർക്ക് കഴിഞ്ഞ ഗവൺമെൻറ് പോളിസി ഉണ്ടാക്കി. പക്ഷേ നമ്മളതിന് ചില പ്രായോഗിക പ്രശ്നങ്ങൾ മാറ്റം വരുത്തി 38 പ്രൈവറ്റ് പാർക്കുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു 3 വർഷം കൊണ്ട്. ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്കുകൾ കേരളത്തിൽ വന്നു കഴിഞ്ഞു. വലിയ കമ്പനികൾ വരുന്നു, നേരത്തെ പറഞ്ഞ പോലുള്ള. അപ്പോൾ അതിനൊരു ആ തുടർച്ചയാണ് ഈ കുതിപ്പിനെ സഹായിച്ചത്. അപ്പോൾ ഒന്നുകൂടി ശരിയായ റിസൾട്ട് ഉണ്ടാക്കാനായിട്ട് ഇത് വീണ്ടും മുന്നോട്ട് പോകേണ്ടത്, ഇതേ നയങ്ങൾ വീണ്ടും മുന്നോട്ട് പോകേണ്ടതുണ്ട്. അത് ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ടെന്നാണ് ഞാൻ കണക്കാക്കുന്നത്. പക്ഷേ ഇടയ്ക്ക് എപ്പോഴും ഈ ചില രാഷ്ട്രീയ വിവാദങ്ങൾ ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് വരുന്നതൊന്നും ജനങ്ങളെ വോട്ടർമാരെയൊന്നും സ്വാധീനിക്കില്ല എന്നൊരു വിലയിരുത്തൽ തന്നെയാണ്. വസ്തുതകളെ അടിസ്ഥാനപ്പെടുത്തിയില്ല ജനങ്ങൾ നിലപാടിലേക്ക് എത്തുന്നത്. ഈ പറയുന്ന ഇപ്പോൾ ചാനലുകൾ കാണുമ്പോൾ അതൊക്കെയാണ് കഴിഞ്ഞ തവണ ഗവൺമെൻറ് വരുമോ, അവരൊക്കെ ആസ്വദിച്ചിരിക്കും. സീരിയൽ കാണുന്നേക്കാൾ എരിവും പുളിയും ഇപ്പുറത്ത് ചർച്ചയെ കാണാമെങ്കിൽ അത് കണ്ടിരിക്കും. അത് കണ്ട് അടുത്തേക്ക് അവർ പോകും. അവരുടെ ജീവിതത്തിൽ എങ്ങനെ പ്രതിഫലിക്കുന്നു? അവരുടെ കുട്ടികൾക്കിപ്പോൾ പഠിക്കുമ്പോൾ ഇപ്പോൾ പുറത്ത് പോകുന്ന കുട്ടികൾ ഇവിടെ പഠിക്കാൻ തുടങ്ങും. ഞാൻ നേരത്തെ നമ്മുടെ കുട്ടികൾ നേരത്തെ US പോകണു പഠിക്കാൻ, UK പോകണു, അല്ലെങ്കിൽ കാനഡയിൽ പോകണു, ഓസ്ട്രേലിയയിൽ പോകണു. ഇറാനിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, ആഫ്രിക്കയിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, അറബ് രാജ്യങ്ങളിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു, നേപ്പാളിലെ കുട്ടികൾ ഇങ്ങോട്ട് വരുന്നു. 100-ലധികം രാജ്യങ്ങളിലെ കുട്ടികൾ ഇപ്പോൾ കേരളത്തിലെ പല ഇൻസ്റ്റിറ്റ്യൂട്ടിലും പഠിക്കുന്നുണ്ട്. എന്നാൽ നമുക്കൊന്നുകൂടി ക്വാളിറ്റി മെച്ചപ്പെടുത്തും. ഇന്ത്യയിലെ ബെസ്റ്റ് 100 കോളേജുകൾ കേന്ദ്ര ഗവൺമെൻറ്റിൻ്റെ ലിസ്റ്റിൽ 18 കേരളത്തിൽ നിന്നാണ്. ദാറ്റ് മീൻസ് 18%. കേരളം 1.16% അല്ലേ ഉള്ളൂ ഇന്ത്യയുടെ. ഇത്രയും ജനങ്ങളല്ലേ ഉള്ളൂ. അവിടെയാണ് ഇന്ത്യയിലെ ബെസ്റ്റ് 18 കോളേജുകൾ ഇപ്പോൾ ഉള്ളത്. അപ്പോൾ നമ്മൾ നന്നായി മാറിയിരിക്കുന്നു, എല്ലാ മേഖലയിലും മാറിയിരിക്കുന്നു. നേരത്തെ നമുക്ക് സ്കൂൾ എഡ്യൂക്കേഷൻ എല്ലാവർക്കും കിട്ടിയിരുന്നു, പക്ഷേ ക്വാളിറ്റി നമ്മൾ പുറകിലായിരുന്നു. ഇപ്പോൾ ഇന്ത്യയിൽ 2ാം സ്ഥാനത്ത് പഞ്ചാബും നമ്മളും തമ്മിൽ ചെറിയ പോയിൻറ്റിൻ്റെ വ്യത്യാസമേ ഉള്ളൂ, ദശാംശത്തിൻ്റെ വ്യത്യാസമേ ഉള്ളൂ. അപ്പോൾ എല്ലാ മേഖലയിലും നല്ല മാറ്റം വന്നിരിക്കുന്നു. ആരോഗ്യ മേഖല നോക്കൂ, അമേരിക്കയേക്കാളും മെച്ചപ്പെട്ട ഇൻഫാൻറ്റ് മോർട്ടാലിറ്റി റേറ്റുള്ള സംസ്ഥാനമായി കേരളം മാറിയില്ലേ. അപ്പോൾ ഇത് വ്യവസായത്തിൽ മാത്രമാണ് പറയുന്നത്, എല്ലാ മേഖലയ്ക്കകത്തും മാറ്റങ്ങൾ വന്നിരിക്കുന്നു. അത് ജനങ്ങൾക്ക് അനുഭവേദ്യമാണ്. അതുകൊണ്ടാണ് ഈ തുടർച്ച ജനങ്ങൾ ആഗ്രഹിക്കുന്നത്. എവിടെയെങ്കിലും ഒരു കൺസേൺ ആശങ്കയുണ്ടോ? കാരണം ഈ ലോക്കൽ ബോഡി ഇലക്ഷനിൽ പ്രഖ്യാപിക്കാൻ പോകുന്നൊരു സമയത്താണ് ശബരിമലയുമായി ബന്ധപ്പെട്ട ഒരു കോൺട്രവേഴ്സി വന്നിരിക്കുന്നത്. മുമ്പും 2019 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ നമുക്കറിയാം ശബരിമല എത്രത്തോളം തെരഞ്ഞെടുപ്പിനെ സ്വാധീനിച്ചു എന്നത്. അതുകൊണ്ട് ഈ തെരഞ്ഞെടുപ്പ് സമയത്ത് അത് സമാനമായ രീതിയിലൊരു അഴിമതിയുടെ രൂപത്തിലൊരു കോൺട്രവേഴ്സി വരുമ്പോൾ അങ്ങനെ ഏതെങ്കിലും ഒരു ആശങ്കയുണ്ടോ? കാര്യമില്ല. കാരണം അത് ഇപ്പോൾ ജനങ്ങൾക്കറിയാമല്ലോ. ഇപ്പോൾ ആഗോള അയ്യപ്പ സംഗമം നടന്നു, നല്ല മാറ്റം ഉണ്ടായി. എല്ലാ ആളുകളും അതിന് ഗവൺമെൻറ് അംഗീകരിച്ചു. അതിന്റെ ഒരു പകിട്ട് കളയാനുള്ളൊരു ഗൂഢതന്ത്രവും മറ്റോ അങ്ങനെ വിലയിരുത്തുന്നുണ്ടോ? ഇത് വന്നതിൽ ഗവൺമെൻറ് പറഞ്ഞു പൂർണ്ണമായിട്ട് അന്വേഷിക്കാനല്ലേ പറഞ്ഞ്. ഹൈക്കോടതിയുടെ തന്നെ ഗവൺമെൻറ് ആവശ്യപ്പെട്ടു. ഹൈക്കോടതി ഇപ്പോൾ അന്വേഷണ സംഘത്ത് വെച്ചു. അപ്പോൾ അത് നല്ല രീതിയിൽ അന്വേഷിച്ചോട്ടെ. ആരിപ്പോൾ ഇതിലൊക്കെ ഏതെങ്കിലും തരത്തിലുള്ള കുറ്റക്കാരുണ്ടെങ്കിൽ അവരെല്ലാം നിയമത്തിന് മുൻപിൽ കൊണ്ടുവരണമല്ലോ. അതിനകത്തൊരു വിട്ടുവീഴ്ചയില്ലല്ലോ. അതാണല്ലോ ഗവൺമെൻറ്റിൻ്റെ പ്രത്യേകത. ഗവൺമെൻറ് സന്ധി ചെയ്യുന്നില്ല. ഒപ്പം ഈ സംവിധാനം ശക്തിപ്പെടുത്തുന്നു, അന്വേഷണം വരുന്നു, ഹൈക്കോടതി പരിശോധിക്കുന്നു. ഏത് ഇതിലേക്ക് എന്നാലും ശക്തമായ നടപടിയെടുക്കാൻ ഈ ഗവൺമെൻറ് കഴിയും എന്ന് ജനങ്ങൾക്കറിയാം. അതുകൊണ്ടാണല്ലോ ഇപ്പോൾ പൊതുവെ എത്ര ശ്രമിച്ചിട്ടും അങ്ങനെ ഒരു അനക്കൊന്നും കാണാത്തത്. പക്ഷെ എങ്കിലും എവിടേക്കോ ഒരു ഉത്തരവാദിത്തം ദേവസ്വം ബോർഡിനും ദേവസ്വം വകുപ്പിനൊക്കെ ഇല്ല നമുക്കങ്ങനെ പൂർണ്ണമായി പറയാൻ പറ്റും. നമ്മൾ ഒന്നിലും നിഗമനത്തിലെത്തണ്ടല്ലോ. അത് അന്വേഷണം അടക്കല്ലേ. നമ്മളിപ്പോൾ പത്രം വായിച്ചിട്ടോ കണ്ടിട്ടോ അല്ലല്ലോ. അപ്പോൾ അതിന് പുറകിലെന്താണ്, ആരൊക്കെയുണ്ട്, എന്തൊക്കെയാണ് സംഭവിച്ചത് അന്വേഷിക്കട്ടെ. ആര് കുറ്റം ചെയ്തിട്ടുണ്ടെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ. മൂന്നാം ഇടതുമുന്നണി സർക്കാർ വരുമ്പോൾ മുഖ്യമന്ത്രി ആരാകുമെന്ന ചോദ്യത്തിന് അതിനകത്ത് ഒരുപക്ഷെ പിണറായി വിജയൻ തന്നെ മൂന്നാമതും മുഖ്യമന്ത്രിയാകും എന്ന രീതിയിലുള്ള ചർച്ചകളൊക്കെ സജീവമായി നടക്കുന്നുണ്ട്. പക്ഷെ അതല്ലെങ്കിൽ അദ്ദേഹത്തിന് പിൻഗാമിയായി ആരാകുമെന്ന രീതിയിലുള്ള ചർച്ചകളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. അങ്ങനെ വരുമ്പോൾ പല പേരുകളൊക്കെ ഉയർന്നു കേൾക്കുന്നു. അങ്ങയുടെ പേരും വളരെ സജീവമായിട്ടൊക്കെ എല്ലാ പേരും പറയാമല്ലോ. അല്ല, കേരളത്തിൽ ഇപ്പോൾ എല്ലാവർക്കും അറിയാമല്ലോ, ഈ ശക്തമായൊരു ഭരണ സംവിധാനത്തെ മുന്നോട്ട് കൊണ്ടുപോയി അതിൽ മുഖ്യമന്ത്രി വഹിച്ച നേതൃത്വപരമായ പങ്ക് വളരെ പ്രധാനപ്പെട്ടതാണല്ലോ. ഇത് ടീമാണ്. ഈ ടീമിൽ ഒരു വകുപ്പ് മാത്രമല്ല, ഞങ്ങളെല്ലാവരും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറിയാണ് പോകുന്നത്. ഇപ്പോൾ വ്യവസായത്തിന് ആവശ്യം വേണം, റവന്യൂ മന്ത്രിയായിട്ടിരുന്നു. ഞങ്ങളൊരു കാപ്പി പിടിച്ച് ഉദ്യോഗസ്ഥരായിട്ട് ഇരിക്കുമ്പോഴേക്കും തീരുമാനമായി. LSCD മിനിസ്റ്ററായിട്ടിരുന്നു, അപ്പോൾ തീരുമാനമായി. ധനകാര്യമന്ത്രിയായിട്ടിരുന്നു, പ്രശ്നമായി. ഇപ്പോൾ വിൽപ്പന വേണം, പൊതുവിതരണ വകുപ്പ് മന്ത്രിയായിട്ടിരുന്നു, അപ്പോൾ ഒരു തീരുമാനമായി. ഇനി അവർക്ക് നിയമത്തിൻ്റെ പ്രശ്നം വന്നു, ഞാനായിട്ടിരിക്കുന്നു, തീരുമാനമായി. ഇന്ന് ഞങ്ങൾ ടൂറിസം മന്ത്രിയും തുറമുഖ മന്ത്രി ഞാനും കൂടി ഇരുന്നു, ബേപ്പൂരുമായി ബന്ധപ്പെട്ട കാര്യം.
അപ്പോൾ അതിനെല്ലാം മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ഇതൊരു ടീമാണ്. ഈ ടീമിൻ്റെ പ്രത്യേകത എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും കൈമാറി മൊത്തം ടീമിൻ്റെ വിജയത്തിന് വേണ്ടി പ്രവർത്തിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ഞങ്ങളുടെയൊക്കെ ഒരു പ്രത്യേകത ഇത് ഇന്ന സ്ഥലം ഇന്ന ചുമതല എന്നുള്ളതല്ല. ഇപ്പോൾ ഏത് ചുമതല ഓരോരുത്തരെ ഏൽപ്പിക്കുന്നു ആ ചുമതല പരമാവധി നന്നായി നിർവഹിക്കുമ്പോൾ ഏത് കാലത്തേക്കാണ് നിർവഹിക്കുന്നത് അത്രയും കാലത്തേക്ക് കണ്ടാൽ മതി. ഇപ്പോൾ ഈ കാലം അത് കാരണം ബാക്കി പാർട്ടി ഏത് ചുമതല ഏൽപ്പിക്കുന്നു ഇപ്പോൾ ആ ചുമതല ആ സമയത്ത് നിർവഹിക്കുക. ഇപ്പോൾ ഞാൻ രാജ്യസഭ അംഗമായിരുന്നു, അപ്പോൾ നമുക്കറിയാം 6 വർഷമാണ് എൻ്റെ ടൈം. പിന്നെ രണ്ടാമത്തെ ടൈം കിട്ടേണ്ട കാര്യമില്ല. അത് കഴിയുമ്പോൾ നേരെ വേറെ ചുമതലയായിരുന്നു പാർട്ടി സെക്രട്ടറി. അതിന് പിന്നെ പത്രത്തിൻ്റെ എഡിറ്ററാകാൻ പറഞ്ഞു, പിന്നെ മന്ത്രിയാകാൻ പറഞ്ഞു. നാളെ വീണ്ടും വേറെ ചുമതലയാക്കാൻ പറഞ്ഞു, ആ ചുമതലയാക്കും. മുഖ്യമന്ത്രിയാകാൻ പറഞ്ഞാലും അത് അത്ര ഞാൻ പാർട്ടി ചുമതല, നാളെ ഇപ്പോൾ പാർട്ടിയുടെ ചുമതല അല്ലെങ്കിൽ വേറെ പത്രത്തിൻ്റെ ചുമതല ഏതാണ് അതാണ്. ഇപ്പം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ കേരളത്തിൽ ഒരു പ്രതീകമുണ്ട് കേരള സമൂഹത്തിന് മുൻപിൽ. ആ പ്രതീകം ഇപ്പോൾ എല്ലാവർക്കും അറിയാം. അതുകൊണ്ടാണ് പാർട്ടി ഒറ്റക്കെട്ടായി പറഞ്ഞ തെരഞ്ഞെടുപ്പ് പാർട്ടിയെ നയിക്കുന്നത് പിണറായി തന്നെയായിരിക്കും. അതിലിപ്പോൾ അദ്ദേഹത്തിൻ്റെ നേതൃത്വം കേരളത്തിൻ്റെ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി അംഗീകരിക്കപ്പെട്ടു കഴിഞ്ഞു. അതാണ് ഇപ്പോൾ കരുത്ത്. അതുകൊണ്ടിപ്പോൾ ആ ചോദ്യം ഓരോരുത്തരുടെ അടുത്ത് പോയിട്ട് നിങ്ങൾ ചോദിക്കും നിങ്ങളല്ലേ എന്ന് ചോദിക്കും. അങ്ങനെ ഒന്നൊരു പ്രശ്നവും കേരളത്തിലില്ല. എത്രയോ നമ്മൾ കാണേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പോൾ എന്നേക്കാളും കഴിവുള്ള ഒത്തിരി ആളുണ്ടാവില്ലേ. നമുക്കൊരു ചുമതല കിട്ടിയത് കൊണ്ട് നമുക്കത് നിർവഹിക്കാൻ പറ്റി. അല്ലാതെ നമ്മൾ മാത്രമേ ഉള്ളൂ എന്ന് നമ്മൾ ആരും കരുതാനേ പാടില്ല. അപ്പോൾ ഓരോരുത്തർക്കും ഓരോ ചുമതലകൾ നൽകിയിരിക്കുന്നു. പക്ഷേ ഒരു നേതൃത്വം പ്രധാനപ്പെട്ടതാണ്. അതാണ് ഇപ്പോഴത്തെ ഇന്ത്യയിലെ തന്നെ ഏറ്റവും ശക്തനായ മുഖ്യമന്ത്രിയായിട്ട് പൊതുവെ മീഡിയ തന്നെ ആരെയാണ് പറയുന്നത്. അതാണല്ലോ. അപ്പുറത്ത് ആരുമില്ല. അപ്പുറത്ത് നിങ്ങൾ നോക്കൂ, നേതൃത്വമില്ലല്ലോ. പരസ്പരം തമ്മിലടിക്കുമ്പോൾ ഇവരിപ്പോഴേ എങ്ങനെയാണെങ്കിൽ എന്നുള്ള ചിന്ത മനസ്സിലുണ്ടാവില്ലേ. ഇപ്പോൾ ഇത് നോക്കുക, ആദ്യം ചേട്ടൻ പറഞ്ഞു കഴിഞ്ഞ ഗവൺമെൻറ് പുതിയ ആളുകൾ വന്നു. ഇപ്പം അങ്ങനെ ആരും പറയുന്നില്ല. ഏത് വകുപ്പ് നോക്കിക്കോളൂ നിങ്ങൾ, ഏത് വകുപ്പിലും ഏതെങ്കിലും വകുപ്പ്. ഇപ്പോൾ ആദ്യം ചേട്ടൻ പറഞ്ഞു ശിവൻകുട്ടിയാണോ വിദ്യാഭ്യാസ മന്ത്രിയാക്കുന്നത്. ഇപ്പോൾ ആ വകുപ്പിൻ്റെ ഒരു മികവ് നോക്കൂ. ഏതെങ്കിലും പരിപാടി അത്ര സൂക്ഷ്മാംശങ്ങൾ വിജയകരമായി നടപ്പിലാക്കിയ ഒരു കാലം ഉണ്ടായിട്ടുണ്ടോ? അപ്പോൾ ഏത് വകുപ്പ് നിങ്ങൾ നോക്കിക്കോളൂ. ഇപ്പോൾ സ്പോർട്സ്, മെസ്സി വരാൻ പോവല്ലേ, ആ മേഖലയിൽ നല്ല മാറ്റം ഉണ്ടായില്ലേ. ഫിഷറീസ്, ഇപ്പോൾ യൂറോപ്യൻ കോൺക്ലേവ് ഇവിടെ നടന്നില്ലേ. സാംസ്കാരിക മോഹൻലാലിൻ്റെ പരിപാടി കണ്ടില്ലേ. പൊതുവെ അപ്പം ഏത് വകുപ്പ് എടുത്തു കഴിഞ്ഞാലും എല്ലാ മന്ത്രിമാരും മുഖ്യമന്ത്രിയുടെ നേതൃത്വത്തിൽ ടീമായിട്ട് വർക്ക് ചെയ്യുന്നു. അതാണ് ഈ ഗവൺമെൻറ്റിൻ്റെ ഒരു പ്രത്യേകത എന്നുള്ളത്. നമ്മൾ BJPയോട് ചോദിച്ചാൽ നരേന്ദ്രമോദിക്ക് ശേഷം ആരാകുമെന്ന് ചോദിച്ചാൽ 100 നരേന്ദ്രമോദിമാരുണ്ട്. BJP ആ രീതിയിലാണ് ഫോം ചെയ്തു വരുന്നതെന്നാണ് അവർ അഭിമാനത്തോടെ പറയുന്നത്. അതേപോലെ തന്നെ സംസ്ഥാനത്ത് CPM പിണറായിക്ക് ശേഷം ആര് എന്ന് ചോദിച്ചാൽ ഒരു 100 പിണറായി വിജയന്മാർ ഇവിടെയുണ്ട് എന്ന് അത്രയും ആത്മവിശ്വാസത്തോടുകൂടി CPM പറയാൻ കഴിയും. ഞങ്ങൾ എത്രയോ ചെറുപ്പക്കാരായിരുന്നു. ഇപ്പോൾ ഞങ്ങളെല്ലാം വിദ്യാർത്ഥി യുവജന നേതാക്കന്മാരായിരിക്കും. ഇവരെ എല്ലാം ഞങ്ങൾ വളർത്തിക്കൊണ്ടുവന്ന രീതി എങ്ങനെയല്ലേ. ഇപ്പോൾ പിണറായി ആയാലും VS ആയാലും കോടിയേരി ആയാലും ഇവരെല്ലാം നേതൃത്വത്തെ ആ രൂപത്തിലാണ്. വിദ്യാർത്ഥി യുവജന സംഘടന എത്രയോ ചുമതലകൾ ഏൽപ്പിക്കുന്നു. ആ ചുമതലകൾ നമുക്കൊരു പരിശീലന കളറിയാണ്. അങ്ങനെയല്ലേ ഞങ്ങളുടെ നേരെ നോക്കിക്കോളൂ. പിന്നെ മീഡിയയുടെ ഒരു പ്രത്യേക മാധ്യമ പരിലാലനം ലഭിക്കുന്നവരല്ല. ഇപ്പോൾ എത്ര പൊതിച്ചോറും വീടും എല്ലാം DYFI നൽകിക്കൊണ്ടിരിക്കുന്നില്ലേ. ആ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിക്കുന്ന സംസ്ഥാന പ്രസിഡന്റ് സെക്രട്ടറിയും പൊതുവെ വിഷ്വലൈസ് ചെയ്ത് വരുന്നില്ലല്ലോ അധികം. എന്നാൽ 2 സോഷ്യൽ മീഡിയ 8 ചാനൽ ചർച്ചയിൽ വന്നിരുന്ന അവരെല്ലാവരും അറിയില്ലേ. അപ്പോൾ അങ്ങനെ ഒരു വ്യത്യാസം ഒഴിവാക്കി കഴിഞ്ഞാൽ വലിയൊരു നിരയുണ്ട്. SFI നേതൃത്വം നോക്കൂ, DYFI നോക്കൂ, പാർട്ടിയുടെ തന്നെ പുതിയ ഞങ്ങളുടെ സെക്രട്ടേറിയറ്റ് നോക്കൂ, സ്റ്റേറ്റ് കമ്മിറ്റി നോക്കൂ. നല്ല യൗവനം വന്നില്ലേ ഞങ്ങളുടെ അടുത്ത തീരുമാനത്തിൻ്റെ ഭാഗമായി. അപ്പോൾ അതുകൊണ്ട് പാർട്ടി എങ്ങനെയാണ് നന്നായി ഒരു കേഡർ പാർട്ടിയാണല്ലോ. ഓരോരുത്തരെയും അവരവരുടെ കഴിവുകൾ ശക്തിപ്പെടുത്താവുന്ന ചുമതലകൾ ഏൽപ്പിക്കും. ആ ചുമതലകൾക്കനുസരിച്ച് അവരും വളരും, പാർട്ടിയും നാടും പൊതുവെ മെച്ചപ്പെടുന്ന ഒരു നിലയ്ക്ക് മാറും. അതാണ് ഞങ്ങളുടെ ഒരു കാഴ്ചപ്പാടെന്നുള്ളത്. പക്ഷെ അപ്പുറത്ത് അങ്ങനെയല്ല. അപ്പുറത്ത് ഓരോരുത്തർ അവരവർക്ക് വേണ്ടിയുള്ള ഒരു നീക്കത്തിലാണ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിപ്പോൾ തന്നെ നമ്മൾ പലതിലും കാണുന്നുണ്ടല്ലോ. ഇവരിങ്ങനെയാണെങ്കിൽ എങ്ങാനും വന്നാൽ എങ്ങനെയാകുന്ന ആശങ്ക അവർക്കിടയിൽ തന്നെ ഉണ്ടാവുമല്ലോ. അതാണ് ഇപ്പോൾ കാണുന്നത്. നല്ല രീതിയിൽ ഇടതുപക്ഷം തന്നെ വരണം എന്ന ഒരു ചിന്ത സമൂഹത്തിൽ ശക്തിപ്പെട്ടിട്ടുണ്ട്. ജനങ്ങൾ ഒരു തുടർച്ച ആഗ്രഹിക്കുന്നു.